നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതായത് തലയും വാലും ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ തലയും വാലും കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് നമുക്ക് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം എല്ലാം തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാർത്തെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 7-8 ചെറിയുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെമ്മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി മാത്രം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല വേറെ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനും കഞ്ഞിക്കും ഒക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.